ഇതിന് ഡോക്ടറെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞൊന്ന് അനങ്ങിയതാ. ഇനിയുള്ള സമയങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാ. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് തന്നെ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തിട്ടാ. പ്രസവിച്ചവർക്ക് ഒരമ്മയുടെ വേദന മനസ്സിലാവും. നിന്നെ കെട്ടിയ ആൾക്ക് തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത സ്ഥിതിക്ക് എന്റെ മോടെ പ്രസവം നോക്കാൻ എനിക്കല്ലേ ആവൂ. അല്ലാതെ തിന്നാനും കുടിക്കാനും വന്നു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് എന്റെ മോളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ടിപ്പോ? കുഴപ്പമില്ല. ഇതിനുള്ളിൽ കിടന്ന് കുഞ്ഞ് അനങ്ങുന്നുണ്ട് നന്ദേട്ടാ. ആണോ? നോക്കട്ടെ. നന്ദേട്ടാ, ഉറങ്ങിയില്ലേ? ഇല്ല. എന്താ ഉറക്കം വരുന്നില്ലേ? നാളെ കുതിരപ്പന്തി വീട്ടിലേക്ക് പോണ കാര്യം ഓർത്തിട്ട എന്തോ വല്ലാത്തൊരു ടെൻഷൻ. അതിനെന്തിനാ ടെൻഷൻ? നമ്മുടെ അനുക്കുട്ടിയുടെ കാര്യത്തില് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് അവരും ആ ഡോക്ടർ പെണ്ണൊന്ന് അറിയണമല്ലോ. അതും ശരിയാ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കുതിരപ്പന്തി വീട്ടിൽ നമ്മൾ പോയപ്പോഴുണ്ടായ പ്രശ്നങ്ങളൊക്കെ തനിക്കും അറിയാവുന്നതല്ലേ? നമ്മുടെ മുഖത്ത് നോക്കി നമ്മളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞില്ലേ ചക്കി? എന്നിട്ടും ഞാൻ ആശുപത്രി കിടന്നപ്പോ അവൾ എന്നെ കാണാൻ വന്നില്ലേ? മക്കൾ എത്ര നോവിച്ചാലും അവരെ ഉപേക്ഷിക്കാൻ അച്ഛനമ്മമാർക്ക് പറ്റുമോ നന്ദേട്ട? അവരുടെ ജീവിതം ഒരു പ്രതിസന്ധിയിലാണെന്നറിഞ്ഞ കൈയും കെട്ടി മാറി നിൽക്കാൻ പറ്റുമോ നമുക്ക്? താൻ ടെൻഷനാവണ്ട, നമുക്ക് ബിബിൻ ചേട്ടൻ ഇപ്പൊ ഓർക്കുന്ന എന്താന്ന് ഞാൻ പറയട്ടെ. എന്റെ അനുക്കുട്ടി പറയൂ. നമ്മുടെ കുഞ്ഞിന്റെ മുഖമല്ലേ?
ബിപിൻ ചേട്ടനെ പോലെ ഒരു സുന്ദര കുട്ടത്തിന്റെ മുഖം. അതെന്താ അനുകുട്ടിയെ പോലൊരു സുന്ദരി കുട്ടിയെ ചിന്തിച്ചാ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലേ, അങ്ങനെ വേണം ചിന്തിക്കാൻ. ഞാനിപ്പോ അതൊന്നുമല്ല ചിന്തിച്ചത്. പിന്നെന്താ? ഞാൻ ചിന്തിച്ചത് നീലിമയെക്കുറിച്ചാ. നീലിമേച്ചെ കുറിച്ചോ? എന്ത്? നീലിമയുടെ ഇവിടേക്കുള്ള ഈ വരവിനെ കുറിച്ച്, ഇവിടുത്തെ താമസത്തെക്കുറിച്ച്. അത് പിന്നെ അമ്പലത്തിൽ കുളിച്ചു തൊഴാൻ. അമ്പലപ്രാവിനെ പോലെ ഇത്ര നിഷ്കളങ്കയാവല്ലേ അനു? നീലിമയുടെ വരവിന്റെ പിന്നിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് എനിക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്. എന്താ? അത് വഴിയെ അറിയാം. പഠിക്കുന്ന കാലത്തെ ഒരുപാട് ദുരൂഹതയുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു നീലിമ. പോലീസുകാരനായ അച്ഛന്റെ വക്രബുദ്ധിയുടെ കാർബൺ കോപ്പി. സ്വന്തം ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവൾ. സൗഹൃദത്തിന്റെ പേരിൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്. സൗഹൃദത്തിനപ്പുറത്ത് അതിനൊരു കാരണമുണ്ടായിരുന്നു. അതെന്താ ബിപിൻ ചേട്ടാ? അത് ഞാൻ ഒരിക്കൽ പറയാം. നീലിമയുടെ വരവ് അനുക്കുട്ടിയുടെ മനസ്സിൽ ഒരു കുഞ്ഞു മുള്ളായി തറച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്കെന്താ? ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. എന്താ ബിപിൻ ചേട്ടാ? നീലിമയെ കാണുമ്പോ അനുവിന് എന്തെങ്കിലും ഭയമുണ്ടോ? പ്രവീൺ പറഞ്ഞിട്ട് പോയതില് എന്തെങ്കിലും കഴമ്പുണ്ടോ? തനിക്കെന്തു തോന്നുന്നു? ആ പെണ്ണിനെ പറ്റി എനിക്കും ചില സംശയങ്ങളുണ്ട്. ജലജയെ എന്നോട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. എന്നിട്ട് താനെന്താ സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നേ? ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാതിരുന്നതാണ്. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ ഒന്ന് പോയി അന്വേഷിക്കാൻ. ദിവ്യയ്ക്ക് ഞാൻ മുന്നറിയിപ്പ് കൊടുത്തു. അവള് പിന്നെ പൊട്ടിയ പ്രതാപം പറയുന്നതാ വേദവാക്കി. പക്ഷെ നിങ്ങളോ? നിങ്ങൾക്ക് എന്തുമാത്രം ബന്ധങ്ങളുള്ളതാ? ഒന്ന് അന്വേഷിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ലാതെ ഞാൻ ഇത്രയും ചീപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ അന്വേഷിക്കും? എന്റെ പൊസിഷൻ, ഡിഗ്നിറ്റി, അതൊക്കെ നോക്കാതെ അങ്ങ് ചാടി പുറപ്പെടാൻ പറ്റുമോ? ഡിഗ്നിറ്റിയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ അവസാനം മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അതെ, ഞാൻ അന്ന് ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷനെ പറ്റി തിരക്കിയപ്പോ തന്നെ പ്രതാപന്റെ മറുപടി താനും കേട്ടതല്ലേ? അവൻ ഇഷ്ടമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് ചോദിക്കാതിരുന്നത്. പിന്നെ ഇത്രയും നാളും നിങ്ങൾ അവന്റെ ഇഷ്ടത്തിനല്ലേ എല്ലാം ചെയ്തത്. അതുകൊണ്ടാണല്ലോ മക്കള് രണ്ടും തല തിരിഞ്ഞു പോയത്. പത്മം, പറഞ്ഞങ്ങ് ഒരുപാട് മോളോട്ട് പോകണ്ട. ആദ്യം പ്രവീൺ പറഞ്ഞതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അത് നമുക്ക് കണ്ടെത്തണം. അതിന് നീ തന്നെ മുന്നിട്ടിറങ്ങിയാലേ പറ്റൂ. ഞാനോ? ആ, അതെങ്ങനെ? അത് തന്നെ, നീയും ദിവ്യയുടെ അമ്മയും. എടി, അതാവുമ്പോ അമ്മമാർക്ക് മക്കളുടെ മേലുള്ള ഉത്കണ്ഠയും ഉത്തരവാദിത്വം ഒക്കെ ആയിട്ട് ആളുകൾ കരുതിക്കോളും. പത്മം, ലക്ഷ്യമാണ് പ്രധാനം. അതിനെന്തു മാർഗവും നമുക്ക് സ്വീകരിക്കാം. ഞാൻ ജലജയോടും കൂടി ഒന്ന് ആലോചിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ വേഗം വേണം. കുടുംബത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന പ്രശ്നമാ. കേട്ട വിവരങ്ങൾ സത്യമാണെങ്കിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. ആ, ഇതെന്താ ബാഗൊക്കെ ആയിട്ട്?
എന്നോട് പറയാതെ ഇനി യാത്ര വല്ലതും ഉണ്ടോ? പ്രതാപ് ഒപ്പം ഇല്ലാതെ ഈ റാണിക്ക് എന്ത് യാത്ര? പ്രതാപിന് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ സർപ്രൈസ് ഇത്. ഇതെടുക്കാൻ നിന്നതുകൊണ്ടാ ലേറ്റ് ആയത്. പ്രതാപന് ഒരു കള്ളനെ പോലെ ഇനി ദിവ്യപ്രഭയുടെ മുന്നിൽ നിൽക്കേണ്ടി വരില്ല. ഇത് നീ പണയം വെച്ചില്ലായിരുന്നു? പണയം വെച്ചത് ഞാനിങ്ങ് തിരിച്ചെടുത്തു. എന്റെ പ്രതാപൻ ആരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഒരു പേഴ്സണൽ ലോണിന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അപ്രൂവ് ആവുന്ന ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ടാ പ്രതാപിനോട് പറയാത്തെ. കേട്ടോ? അപ്പൊ തന്നെ സ്വർണവും തിരിച്ചെടുത്തു. ഇതാവണം പെണ്ണ്, ഇങ്ങനെയാവണം ഒരു ലൈഫ് പാർട്ണർ. നീ എന്നെ സ്നേഹം കൊണ്ടും പ്രവൃത്തി കൊണ്ടും തോൽപ്പിച്ചു കളയുവാണല്ലോ റാണി. ഇത് പറയാനാണോ രാവിലെ ഇങ്ങോട്ട് വന്നേ? മോളെ, നീലിമയുടെ മനസ്സിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെങ്കിൽ. പക്ഷേ എന്റെ ഭർത്താവിന് ഒരു ദുരുദ്ദേശവും ഇല്ല, അതെനിക്ക് ഉറപ്പാ. അനു, നിന്റെ കാര്യത്തിൽ കരുതലും ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടല്ലേ ഞങ്ങളിത് പറയുന്നത്. ഓ, അതെനിക്ക് നന്നായിട്ട് അറിയാം. കരുതലും ഉത്തരവാദിത്വം. കരുതല് പുതിയ കുഞ്ഞിനോടുള്ളതിന്റെ 100-ൽ 1 അംശമെങ്കിലും കാണുമോ? നാശത്തിലേക്ക് നടക്കരുത്. എന്റെ കൈ പിടിച്ച് പിച്ച വെച്ചവളാ നീ. നിന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം വരുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. ആ പെങ്കൊച്ച് ഇവിടെ 10 ദിവസം നിൽക്കുന്നത് കൊണ്ട് എന്ത് ദുരന്തം വരുമെന്ന് ഈ പറയുന്നത്? മിണ്ടരുത്. ഇവിടെ ആരും ആരെയും കരുതുന്നില്ല. മനസ്സിലെ പകയെടുത്ത് പരസ്പരം വെട്ടുകയാണ്. മറ്റെല്ലാവരും മണ്ടന്മാരാണെന്ന് കരുതരുത്. ബേബി, എന്നോടുള്ള വാശിക്ക അനു ഇതൊക്കെ പറയുന്നത്. ഉള്ളിൽ അവൾക്ക് നോവുന്നുണ്ടെന്ന് എനിക്കറിയാം. എത്ര ചിരിക്കാൻ ശ്രമിച്ചാലും നീലിമയുടെ സാന്നിധ്യം അനുവിന് അസ്വസ്ഥത തന്നെയാ. അവളുടെ മനസ്സിന്റെ വേവും നോവും അവളുടെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെയും ബാധിക്കും. അതോർത്താ ഞങ്ങൾ ഓടിപ്പാഞ്ഞു വന്നത്. എന്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നല്ല കരുതലിൽ തന്നെയാ ഞാൻ മുന്നോട്ട് പോകുന്നതും. കായൽ വെള്ളം കുടിച്ച കുഞ്ഞിന്റെ കാര്യം മാത്രം ചിന്തിച്ചാ മതി നിങ്ങള്. അനു, നിർത്ത്. ബിപിൻ ചേട്ടൻ എന്നോട് ഒച്ച വെക്കണ്ട. മനസ്സിൽ ഊടുവഴികൾ ഉള്ളവർക്ക് എല്ലാം സംശയമായിരിക്കും. മഞ്ഞപ്പിത്തമുള്ളവർക്ക് എല്ലാം മഞ്ഞ നിറമാണെന്നല്ലേ? മോളെ, എന്തൊക്കെയാ നീ പറയുന്നത്? അനുക്കുട്ടിയുടെ അമ്മയും അച്ഛനും ഒക്കെ എഴുന്നള്ളിയിട്ടുണ്ടല്ലോ. കുറി ചാർത്താൻ വരട്ടെ. എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. അവളുടെ സീമന്തരേഖയിൽ ഒരു കുങ്കുമക്കുറിയുണ്ട്. അത് മായാതിരിക്കാൻ വേണ്ടി കൂടിയാണ്. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് ഞാൻ എന്ത് ചെയ്തു? ഒരു പെണ്ണിന്റെ മാനത്തിന് വില കൽപ്പിച്ച് സംസാരിക്കുന്ന ആളാണ് ഞാൻ.
നീലിമ ഡോക്ടറോട് എനിക്കൊരു വിരോധവും ഇല്ല. പക്ഷേ ഈ വീട്ടിൽ ഡോക്ടർക്ക് എന്താ കാര്യം? ഇത് കുതിരപ്പന്തി വീടാ, അല്ലാതെ ശങ്കരമംഗലം അല്ല. അതെ, ഈ മറുപടിയിലെല്ലാം ഇല്ലേ? എല്ലാം ഉണ്ട്. നീലിമേ, അനുക്കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ചില ചോദ്യങ്ങളുണ്ട്. അത് ന്യായവുമാണ്. അവർക്ക് അവരുടെ മകളെക്കുറിച്ചുള്ള കരുതൽ, ആശങ്ക. നീലിമേ, പൊറുക്കാൻ പറ്റുന്ന തെറ്റുകളാണെങ്കിൽ പൊറുക്കണം. അല്ലാതെ പഴയ കണക്കുകൾ ഓർത്ത് മനസ്സിൽ വെച്ച് പെരുമാറരുത്. എന്നെ ഒരു മോശം പെണ്ണായിട്ട് കാണണ്ട. അന്തസ്സുള്ളൊരു കുടുംബത്തിൽ ജനിച്ചവളാ ഞാൻ. അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ. വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, അതിനുള്ള പക്വതയുണ്ട്. പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് പ്രശ്നമാണെങ്കിൽ, സ്വന്തം മരുമകനെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ അമ്മയോട് ഏതെങ്കിലും ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് വേക്കൻസി ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. നീലിമയെ അപമാനിക്കാൻ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണ വേണ്ട. ലക്ഷ്മി കാരണമാണ് ഇന്നിവിടെ ഇത്തരം പ്രശ്നങ്ങൾ നടന്നത്. ഞാൻ എന്ത് ചെയ്തെന്നോ മാഷ് പറയുന്നത്? അമ്മ നീലിമ ഇവിടെ താമസിപ്പിച്ചോണ്ടല്ലേ അനുവിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊള്ളാം. എന്റെ വീട്ടിൽ ആരെ താമസിപ്പിക്കണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ അനുവിന്റെ അച്ഛനും അമ്മയൊന്നും അല്ല. വഴിയ പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ കയറി താമസിക്കാൻ ഇത് വഴിയമ്പലമൊന്നുമല്ല. അതിന് നീലിമ മോള് വഴിയെ പോയ വല്ലവരും ആണോ? അല്ല, അമ്മയ്ക്ക് എന്ന് മുതല് ഈ പെങ്കൊച്ചിനോട് സ്നേഹം തോന്നി തുടങ്ങിയത്? പൂത്ത കാശുകാരിയാണെന്ന് അറിഞ്ഞത് മുതൽ അല്ലേ? അമ്മയില്ലാത്ത കുട്ടിയാണല്ലോ എന്ന് കരുതിയ ഞാൻ അതിനോട് കുറച്ച് സ്നേഹം കാണിക്കുന്നത്. വേറെ രീതിയിലൊന്നും അതിനെ ആരും വ്യാഖ്യാനിക്കൊന്നും വേണ്ട. അമ്മയും അച്ഛനും ഇല്ലാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരെല്ലാം ലക്ഷ്മി ഇവിടെ കയറ്റി താമസിപ്പിക്കോ? പറ്റില്ല അല്ലേ? അപ്പൊ പിന്നെ ഇന്ന് തന്നെ ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്ക്. അതെ, അതാ വേണ്ടേ. അതിപ്പോ ഒരു നേർച്ച ചെയ്യാൻ വന്ന കുട്ടിയല്ലേ, അതിനെ പകുതി വഴിക്ക് പറഞ്ഞു വിടാന്നൊക്കെ വെച്ച എന്ന് വെച്ചാ ഒന്നുമില്ല. നീലിമയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ലക്ഷ്മിക്ക് വയ്യെങ്കിൽ ഞാൻ സംസാരിക്കാം. അത് വേണ്ട മാഷെ. എന്തായാലും ഇത്രയും ദിവസം ആയില്ലേ, ആ കുട്ടി നേർച്ച പൂർത്തിയാക്കി പൊയ്ക്കോട്ടെ. അല്ലെങ്കിൽ അതിന്റെ ദോഷം നമ്മുടെ കുടുംബത്തിന് തന്നെയായിരിക്കും. ആ കൊച്ച് ഇവിടെ നിന്നാലേ അതിലും കൂടുതൽ ദോഷം കുതിരപ്പന്തി വീടിനും അളിയന്റെ ജീവിതത്തിലുണ്ടാവും. ഇത് ലക്ഷ്മിയുടെ വീടാണ്. ഇവിടെ ആര് താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം ലക്ഷ്മിക്കാണ്. പക്ഷേ ഇന്ന് നടന്നതുപോലെ ഒരു കാര്യം ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അന്ന് ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിൽ പറഞ്ഞു തീർക്കണം. ഇനി അതല്ല, ചെയ്തു തീർക്കാനുള്ളതാണെങ്കിൽ ചെയ്തു തീർക്കണം. ഇനി കൊല്ലാനാണെങ്കിൽ അങ്ങനെ. നന്ദേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേടോ, പേടിച്ച് പേടിച്ച് എത്ര നാളെങ്ങനെ ജീവിക്കുന്നേ. ആന്റണി കൂടെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കൂടെ നിൽക്കാൻ ആരാ ഉള്ളത്? അടുത്ത ദിവസം തന്നെ ഞാൻ അവിടം വരെ ഒന്ന് പോകുന്നുണ്ട്. എന്റെ തൊഴിലാളികൾ എന്നെ പച്ചയ്ക്ക് കത്തിക്കത്തൊന്നുമില്ലല്ലോ.
താനിതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഒരു പ്രശ്നം കഴിഞ്ഞിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. പോയി സ്വസ്ഥമായിട്ട് കുറച്ചേരം വിശ്രമിക്കേ. എന്നിട്ട് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കേ. പിന്നെ കുഞ്ഞിനിടാൻ വേണ്ടി നല്ലൊരു പേരും കണ്ടുപിടിക്കേ. എന്നിട്ടത് ഈ നന്ദേട്ടനോട് പറ. നീ വഴക്കുണ്ടാക്കാതെ ഇതിനെ ഒന്ന് പുറത്തു കൊണ്ടുപോ. അയ്യോ മോളെ, ആരാ നിക്കുന്നതെന്ന് നോക്കിയേ. ഏടത്തേമ്മ, നീ പോയി ഏടത്തേമ്മ ഒന്ന് സ്നേഹിച്ചേ. ചെല്ല് 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 ചെല്ലടാ. അയ്യോ പ്രവീണ, നിങ്ങൾ എന്തുവാ കാണിക്കുന്നേ? അമ്മേ, അയ്യോ പ്രവീണ, മാറ്റണോ? മോളെ പ്രതാപേട്ട, അയ്യോ അമ്മേ, മോളെ കൊച്ചിന്റെ കൈ ഉണ്ടോടാ അത് കടിച്ചത്? പ്രതാപേട്ട, മറ്റാർക്കും പരാതിയില്ലായിരിക്കും. കാരണം മുറിവ് പറ്റിയതും നൊന്തതും ചോര പോയതൊക്കെ ഞങ്ങളുടെ മോൾക്കാ. അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയുണ്ട്. അതെ മാഡം. സർ, സർ, പരാതിയുള്ള സ്ഥിതിക്ക് സാറിന്റെ മകനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയാണ് വിത്ത് യുവർ പെർമിഷൻ. അല്ലെങ്കിൽ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് സാറിന് അറിയാമല്ലോ. സുന്ദർ, ഈ പട്ടിയെ കസ്റ്റഡിയിലെടുക്കും. യെസ് മാഡം. എന്റെ പ്രതാപനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കൂല. അതിനെ മാത്രമല്ല, നിന്നെയും കൊണ്ടുപോകും. ഇങ്ങോട്ട് നടക്കണം. തള്ളല്ല സാറേ. എന്റെ ഈശ്വര, കഴുത്തെന്ന് വിട് സാറേ. ഞാൻ എന്റെ കൊലക്കേസ് ഇങ്ങോട്ട് കയറ. ഇതെവിടെയാ തള്ളി കയറുന്നത്? കയറണം. പ്രവീണിനെ പോലീസ് കൊണ്ടുപോകുന്ന കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണോ? വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രായത്തിലും പദവിയിലും എന്നെക്കാട്ടിൽ ഒരുപാട് താഴെയുള്ള ഒരു ജൂനിയർ ഓഫീസറിന്റെ മുമ്പിൽ പോയിട്ട് ഓച്ചാനിച്ച് നിൽക്കണോ? അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ കൊച്ചിനെ പെട്ടെന്ന് രക്ഷിക്കണം. അതെ, തലതെറിച്ച് സന്തതികൾ ഉണ്ടായാൽ വയസ്സാം കാലത്ത് അച്ഛനും അമ്മയ്ക്കും സ്വസ്ഥതയുണ്ടാവില്ല. മാനസപുത്രന്റെ കൊള്ളരുതായ്മയ്ക്കൊക്കെ ചൂട്ട് പിടിച്ചു കൊടുത്തപ്പോ ഓർക്കണായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. മിണ്ടരുത് നീ. കുടുംബത്തൊരു പ്രശ്നം ഉണ്ടായ അതൊരു അവസരമാണെന്ന് കരുതി പക പോക്കാൻ നിൽക്കരുത്. എനിക്ക് പകയുണ്ട്. അത് ഞാൻ വീട്ടും, എങ്ങനെയും വീട്ടും. ആ നശിച്ച സ്ഥലത്തേക്ക് വീണ്ടും പോകാനുള്ള ആലോചനയില്ലല്ലേ? അത് അമ്മേ, നന്ദേട്ടൻ. നന്ദന് പിന്നെ എന്തും പറയാമല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അവൻ, ഇപ്പൊ അത് പരിഹരിക്കാൻ ഓടി നടക്കുന്നതും അവൻ. അതിന് നിന്നെ എന്തിനാ കൂടെ കൂട്ടുന്നത്? ഒരു കുരുതി കോഴിയെ പോലെ നിന്നെ കൊണ്ടു നടക്കേണ്ട കാര്യം എന്താ? ഞാനല്ലാതെ പിന്നെ ആരും അമ്മ നന്ദേട്ടന്റെ കൂടെ പോകേണ്ടത്? പക്ഷെ ഇത്തവണ ഞാൻ നിന്നെ വിടില്ല. ഇതിനു മുന്നേ നടന്നതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഒരിക്കൽ എന്റെ വാക്ക് ധിക്കരിച്ച് അവന്റെ കയ്യും പിടിച്ച് ഇറങ്ങിപ്പോയോളാ നീ. ഇനി അങ്ങനൊന്നും ഉണ്ടാവരുത്. കാരണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാ പലതും മറന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതും. അതൊന്നും നീ മറക്കണ്ട. ഇല്ല ഇല്ല, அந்த நந்தனோட எல்லா ஆபீஸும் உடனடியா பூட்டி போ.
அந்த நந்த பழைய பிச்சைக்காரன். அதுக்கப்புறம் என்ன, நம்ம தொடங்கி வச்சிட்டு தான் இருக்கு. அதுக்கு இன்னும் மாசங்கள் இருக்கு. எல்லாமே நான் ஃபாலோ பண்ணிட்டே தான் இருக்கு. இப்போ அந்த நந்தன் எஸ்டேட் முதலாளி. அந்த குழந்தை பிறந்ததுக்கு அப்புறம் அவன் பழைய பிச்சைக்காரன். எப்படி இருக்கு? நான் அந்த நந்தனோட எஸ்டேட்டுக்கு போக போறேன். நம்ம ஆளுங்க என் கூட இருக்கு. ഇന്നലെ വരെ എന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിന്നവരാ ഇന്ന് വീട്ടിൽ കയറി വന്ന് അധികാരത്തോടെ ചോദ്യം ചെയ്തിരിക്കുന്നു. മക്കൾക്ക് ചെലവ് മാത്രമല്ല, ചൊല്ലും കൊടുത്ത് വളർത്തണം. അതല്ലെങ്കിൽ ഇതിനപ്പുറം സംഭവിക്കും. അതെയോ? ചൊല്ലുകൊടുക്കാൻ നീ ഇവിടില്ലായിരുന്നു? അമ്മ പഴഞ്ചനാണ്, അതുകൊണ്ട് അച്ഛൻ അനുസരിച്ച മതിയെന്ന് മക്കളോട് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ ഇത് പറയണം. കള്ളം പറഞ്ഞും ചതിച്ചും വാദിച്ച് ജയിച്ച കേസുകളുടെ കാര്യങ്ങൾ ഒരു വീരവാദം പോലും മക്കളുടെ മുമ്പിൽ വിളമ്പുമ്പോ നാളെ അവർ ഇതിനപ്പുറം ചെയ്യൂന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാ. ആമ്പിള്ളേരായ അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് നിങ്ങളത് പുച്ഛിച്ച് തള്ളി. ഇപ്പൊ എന്താ പറയാനുള്ളത്? എടി, അവര് നശിച്ചു പോകാൻ വേണ്ടിയാണോ ഞാൻ അങ്ങനൊക്കെ പറഞ്ഞത്? നാളെ അവർ എന്നെക്കാൾ മികച്ച ക്രിമിനൽ ലോയേഴ്സ് ആവണം. എന്റെ പാരമ്പര്യം നിലനിർത്തി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജസ്റ്റിസുമാരാവണം. ഇതൊക്കെയായിരുന്നു എന്റെ സ്വപ്നങ്ങൾ. സ്നേഹവും സഹോദര ബന്ധങ്ങളും ഒക്കെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ട പ്രായത്തില് കള്ളവും ചതിയും ചെയ്ത് എങ്ങനെ പണം ഉണ്ടാക്കാന്നാ നിങ്ങൾ അവരെ പഠിപ്പിച്ചത്. ഒരുത്തനെ കടുത്ത ശിക്ഷണത്തിലും മറ്റവനെ സർവ്വ സ്വാതന്ത്ര്യത്തിലും വളർത്തി. എന്നിട്ടിപ്പോ എന്തായി? അകത്തേക്ക് കയറി വരാമോ, അതോ നിന്റെ അച്ഛൻ അടിച്ചിറക്കോ? പ്രതാപേട്ടൻ വാ. അതിന് പ്രതാപേട്ടൻ ഒരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. വാ. എന്താ വീട്ടിൽ പുതിയ പുലിയെ വല്ലതും വാങ്ങിച്ചോ? അത് പറയാമെന്നാണോ? ജലജ്, പ്രതാപൻ ഈ വീട്ടിലെ മരുമകനാ. മരുമകനല്ല, മകനാ. അപ്പോ നീ ഇങ്ങനെയല്ല സ്വീകരിക്കേണ്ടത്. ഞാനാരെ നിന്ദിച്ചതോ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. മരുമകനും മകനും എന്നൊക്കെയുള്ള സ്വാതന്ത്ര്യം കൊണ്ട് തന്നെ ചോദിച്ചതാ. പ്രതാപൻ എന്തിനാ വന്നതെന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ദിവ്യയെ കൂട്ടിക്കൊണ്ടു പോകാനാ വന്നതെങ്കിൽ അത് നടക്കില്ല. എന്തായാലും ഒരു ജസ്റ്റിസിന് വക്കീലിന്റെ സഹായം തേടേണ്ടി വന്നു. എന്റെ മക്കളെ കൊണ്ടുണ്ടായ ഉപകാരം. എനിവേ, താങ്ക്സ്. ഓക്കെ സാർ. നിക്കടാ, നാണം കിട്ടെന്ന് പറഞ്ഞാ മതിയല്ലോ. ആ ACPയുടെ മുമ്പിൽ ചൂളി പിടിച്ചാ ഞാനിരുന്നേ. അല്ലെങ്കിലും അവർക്കൊരു എല്ല് കൂടുതലാ. നാക്കിന്റെ നീളം വച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും. മിണ്ടരുത് നീ. പറഞ്ഞു കേട്ടോ. അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നില്ലെങ്കിൽ എന്റെ മറ്റൊരു മുഖം കൂടെ നീ കാണും. എന്റെ ചേട്ടൻ അത് നന്നായിട്ടറിയാം. ആ, ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ പ്രതാപ് ഇപ്പൊ എന്നെ കാണാതെ വിഷമിച്ചിരിക്കുമായിരിക്കും. എടാ, അടുത്ത അംഗം നീ ഇവിടുന്ന് തന്നെ തുടങ്ങുകയാണ്. ആ ജന്തുവിനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേ നടക്കൂ. എന്ത് ചെയ്യാൻ? അല്ല ഡാഡ്, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പട്ടി കടിച്ചതിന്റെ പേരിൽ കേസെടുക്കാൻ വകുപ്പുണ്ടോ? ഉണ്ടോ? നീ വലിയ വകുപ്പണ്ണി ആയൊന്നും പറയണ്ട. വീട്ടിൽ ചെന്നിട്ട് ബാക്കി സംസാരിക്കാം. അളിയമാഷോട് നീ പറഞ്ഞോ എന്നെ കാണാൻ വരുന്ന കാര്യം? ആ, ഞാൻ പറഞ്ഞു. അല്ല, നീ തുടങ്ങാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച് എന്താ അങ്ങേരുടെ അഭിപ്രായം? ആകെ ഇടങ്കോലിട്ട് നിൽക്കുക. അതല്ലേ ഞാൻ ഏട്ടനെ കാണാൻ വന്നേ.
ഓ, അയാൾ വലിയ ആദർശവാനാണല്ലോ. ഈ ബിസിനസ് എന്നൊക്കെ കേട്ട അയാൾക്ക് പരമ പുച്ഛമാണ്. ഏട്ടാ, ഈ ബിസിനസ് തുടങ്ങാൻ ആദ്യം നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? നീ എന്ത് ബിസിനസ്സാ ഉദ്ദേശിക്കുന്നേ? ഒരു ബൊട്ടീക്ക് തുടങ്ങാന്നാ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ചിട്ടി. അത് കൊള്ളാം. കുറഞ്ഞതൊരു 25 ലക്ഷം രൂപയെങ്കിലും ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം. ചിട്ടിയാണെങ്കിൽ അതിലും കൂടും. അയ്യോ, അത്രയും രൂപയ്ക്ക് ഇപ്പൊ എങ്ങനെയാ? അല്ല, എന്റെ മരുമോള് വലിയ കാശുകാരിയല്ലേ. വീട്ടുകാരോട് കുറച്ച് രൂപ വാങ്ങിത്തരാൻ പറ. കടമായിട്ട് മതി. ബിസിനസ് ലാഭത്തിലാകുമ്പോ നമുക്ക് തിരിച്ചു കൊടുക്കാം. അത് നടക്കില്ല ഏട്ടാ. ഇടി ലിക്വിഡ് ക്യാഷായിട്ട് എടുക്കാനില്ലെങ്കിൽ വല്ല സ്വർണമോ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സോ അതങ്ങനെ എന്തായാലും മതി. അത് ഈട് വെച്ച് കാശ് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കും. ഒരു കാര്യത്തിലും നീ ഓടി നടക്കണ്ട. എല്ലാം ഞാൻ റെഡിയാക്കി തരാടി. ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കേട്ട. മതി മതി. ദിവ്യമോളെ കാണാൻ ഞാൻ അടുത്ത ദിവസം വരുന്നുണ്ട്. എന്തു പറയാനാ, വാശിപ്പുറത്തെടുക്കുന്ന ചില തീരുമാനങ്ങള് ജീവിതം കുട്ടിച്ചോറാക്കുമെന്ന് പറയുന്നത് നേരം. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഏട്ടാ. ജീവിതം ആകുമ്പോ എന്നും സുഖ സന്തോഷം മാത്രമല്ലല്ലോ, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവില്ലേ? ആ പെണ്ണിന്റെ സ്ഥാനത്ത് ഡോക്ടറായിരുന്നു ഇവിടെ അവന്റെ ഭാര്യയായിട്ട് വരേണ്ടിരുന്നെ. ഞാനും ഒരുപാട് ആഗ്രഹിച്ചതാ. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നാ. ഡോക്ടർ നോക്കിക്കോ, ഡോക്ടറുടെ ഈ ആഗ്രഹവും നടക്കും. ഞാനും അമ്മയും കൂടെ നടത്തിത്തരും. അതിനുള്ള ചില വഴികൾ ഞാനും കണ്ടുവച്ചിട്ടുണ്ട്. ആണോ? എന്താ അത്? ഒക്കെ പറയാം, സമയമാവട്ടെ. അനുവിനെ അവളുടെ വീട്ടുകാരെയും ചുറ്റിപ്പറ്റി എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതില് വിപിക്ക് നല്ല ടെൻഷനും ഉണ്ട്. എനിക്കറിയാം. സംശയത്തിന്റെ ഒരു വിത്ത് ഞാൻ വിപിൻ ഡോക്ടറുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. അതവിടെ കിടന്ന് മുളച്ചു പൊങ്ങട്ടെ. അപ്പൊ ബാക്കി എവിഡൻസുകൾ വിപിൻ ഡോക്ടർ തന്നെ തേടി കണ്ടുപിടിച്ചോളൂ. അതെ, ഡോക്ടറും വിപിയും തമ്മില് ഇപ്പോഴും നല്ല അടുപ്പത്തിലാന്ന് അനുവിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. പൊട്ടി വീണ ഒരു മുടിനാര് മതി ഒരു ബന്ധം തകർക്കാൻ. അനുവോ? അനുമോളെ, അല്ല മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ. ഞാനേ നല്ല ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ? ജ്യൂസ് വേണ്ട ചേച്ചി. അതൊന്നും പറഞ്ഞ പറ്റില്ല. ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ ധാരാളം കഴിക്കണം.